കവടിയാറിലെ രാജ്ഭവൻ്റെ മുന്നിൽ ചെന്നാൽ രാജ്ഭവൻ എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ട് ആവേശം കൊണ്ട് ചെറുപ്പക്കാരിലും പ്രായമായവരിലും കിളവന്മാരിലും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. ഇനിയിപ്പോൾ വരാൻ പോകുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് നിരാശപ്പെടുന്നൊരു വാർത്തയാണ്. ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേര് ഇന്ന് മുതൽ ലോക് ഭവൻ എന്നാക്കി മാറ്റുകയാണ്. രാജ്ഭവൻ എന്ന ബോർഡ് എടുത്തു മാറ്റി ലോക് ഭവൻ എന്ന പുതിയ ബോർഡ് സ്ഥാപിച്ചു. രാജ്ഭവൻ ലോക് ഭവൻ ആയതോടെ കൊളോണിയൽ മുഖച്ഛായ മാറുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ഹോംമിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ രാജ്ഭവൻ്റെയും പേരുകൾ മാറുന്നു. അതെല്ലാം ലോക് ഭവനാകുന്നു. ജനങ്ങൾ വരുന്ന സ്ഥലം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഫലവും ഇല്ലാതാകണം എന്ന് വിശ്വസിക്കുന്ന രീതിയിലാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. രാജ്ഭവൻ ലോക് ഭവനായപ്പോൾ കവടിയാറിലെ കവാടത്തിലും മാറ്റങ്ങൾ പ്രതിഫലിച്ചിരിക്കുന്നു. മേൽവിലാസം പതിച്ച പഴയ ബോർഡിലെ അശോകസ്തംഭവും സത്യമേവ ജയതേ എന്ന ആപ്തവാക്യവും അതുപോലെയുണ്ടെങ്കിലും പഴയ പേരിലുള്ള കേരളം രണ്ടാമതായി. ഇപ്പോൾ കേരള രാജ്ഭവൻ ലോക് ഭവൻ കേരള. ഗവർണറുടെ വസതി പൊതു ഇടമാണെന്നും ആ അർത്ഥത്തിലാണ് പൊതുജനങ്ങളുടെ പക്ഷത്തു നിന്ന് ലോക് ഭവൻ എന്ന് പേരിട്ടതെന്നും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. Colonial hangover, we used to use Raj Bhavan and all those Rajpath, all those words. Now the government of India has already decided, and we all are following that, the Raj Bhavans will be known as Lok Bhavan because it is a people's Bhavan, it is public Bhavan. So that is why we have renamed it as Lok Bhavan. പഴയ ബോർഡിന്റെ പേര് കൊത്തിവെച്ചതെങ്കിൽ പുതിയതിൽ ഓരോ അക്ഷരവും പ്രത്യേകമായി സ്ഥാപിച്ചിരിക്കുന്നു. ലോക് ഭവനിൽ ആദ്യമായി താമസിക്കാനെത്തുന്ന വിശിഷ്ടാതിഥി രാഷ്ട്രപതിയാണ്. നാവികസേനാ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി എത്തിയ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇന്ന് ലോക് ഭവന്റെ ആതിഥ്യം സ്വീകരിക്കും. കേരള രാജ്ഭവൻ ഇനി ചരിത്രം. ലോക് ഭവൻ കേരളയ്ക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.